ശ്യാമ, ആമയിഴഞ്ചാൻ തോട്ടിൽ ഇന്നലെ രാവിലെ 11:30 ശുചീകരണ തൊഴിലാളിയെ കാണാതായതാണ്. ജോയ് എന്ന് പറയുന്ന ആളെ കാണാതായതാണ്. ഇന്ന് നമ്മൾ ഈ ടോക്ക് എടുക്കുന്ന സമയം 12:20. ഇത്ര സമയമായിട്ടും ആ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്താണ് ഉണ്ടായ സംഭവം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോബോട്ടിനെ വരെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടിനെയാണ് കൊണ്ടുവന്ന് ഇന്നലെ രാത്രി 8 മണി മുതൽ 11:30 വരെ തെരച്ചിൽ നടത്തിയത്. 25 മണിക്കൂർ പിന്നിടുകയാണ്. ആ പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമോ? മരിക്കാനാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. 100% മരിക്കാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഇത് ആരുടെ അനാസ്ഥയാണ്? എന്താണ് ഇതിൻ്റെ സംഭവം? ഇത് സംശയം എന്താ, ഇവിടുത്തെ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ്. ഇത് ജലവിഭവ വകുപ്പിൻ്റെ കീഴിലാണ്, ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ് ഈ ആമയിഴഞ്ചാൻ തോടുള്ളതും അതിൻ്റെ ശുദ്ധീകരണത്തിനുള്ളതൊക്കെ ഈ അടുത്ത കാലത്താണ് അവരുടെ കയ്യിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ശുദ്ധീകരണത്തിന് ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ നഗരസഭ ഇറക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം 3 ഘട്ടമായി 2 കോടി രൂപ ഇതിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞ് ഇറക്കി. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? 12 കിലോമീറ്ററിലെ മാലിന്യം വാരി മാറ്റുന്നതിന് 2 കോടി രൂപയാണ് ചിലവാക്കിയത്. അതായത് ഭിത്തി കെട്ടുന്നതൊന്നുമില്ല, മാലിന്യം വാരി മാറ്റുന്നതിന് മാത്രം. ഇപ്പോൾ ഇവർ പറയുന്നു, ഇന്നലെ മേയർ ഇതെല്ലാം റെയിൽവേയുടെ തലയിൽ വെക്കാൻ നോക്കി. റെയിൽവേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 250 മീറ്റർ സ്ഥലമാണ്, നീളമാണ് ഇതിനകത്ത് ഉള്ളത്. ആമയിഴഞ്ചാൻ തോടിൻ്റെ 250 മീറ്ററിൻ്റെ അവകാശി റെയിൽവേയാണ്. കാരണം അവരുടെ തോട് മൊത്തം എത്ര കിലോമീറ്ററാണ്? 12 കിലോമീറ്റർ. അതിൽ 250 മീറ്ററാണ് റെയിൽവേക്കുള്ളത്. അതായത് തമ്പാനൂർ ഒരു ഭാഗം, അതായത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് മുതൽ ഇപ്പുറം മുതൽ അപ്പുറം വരെ, 5ാമത്തെ 6ാമത്തെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറം എത്തുന്നത് വരെ 250 മീറ്റർ. അതിൽ 150 മീറ്റർ ഭൂഗർഭ അറയാണിത്. അതിനടിയിൽ കൂടിയാണ്, പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടി ഇത് പോവുകയാണ്. ഈ സ്ഥലത്താണ് റെയിൽവേയെ ഏൽപ്പിച്ച കരാർ തൊഴിലാളി, കരാറുകാരൻ്റെ തൊഴിലാളി ഇതിന് അടിയിലേക്ക് പോകുന്നത്. എന്താണ് കാരണം പെട്ടെന്ന് അങ്ങനെ പോകുന്നത്? അല്ല, അതായത് ഈ ആമയിഴഞ്ചാൻ തോട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ തോട് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അത് മുകളിൽ ഈ മാലിന്യം നിറഞ്ഞു കിടക്കുന്നുണ്ട്, അടിയൊഴുക്ക് നമുക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ തോടിന് എത്ര ആഴമുണ്ട്? ഈ തോടിന് ഇത് 3 ആൾ പൊക്കമുണ്ട്. ഇതിന് 3 ആൾ പൊക്കമുണ്ട് ആമയിഴഞ്ചാൻ തോടിന്. ഇത് 5 മീറ്റർ വീതിയാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. പല സ്ഥലത്തും 5 മീറ്റർ ഇല്ല. ഓപ്പറേഷൻ ആനന്ദ നടന്ന സമയത്ത് ഒരുപാട് സ്ഥലം പിടിച്ചെടുത്തായിരുന്നു. ഈ ആമയിഴഞ്ചാൻ തോടിന്റെ കൈവരികളൊക്കെ കൈയേറി നിർമ്മാണം നടത്തിയതൊക്കെ തിരിച്ചു പിടിച്ചു 2015. അന്ന് തിരിച്ചു പിടിച്ച സാധനമെല്ലാം പിന്നീട് ഈ അനന്ത നിന്നതോടുകൂടി ഈ പഴയ കയ്യേറ്റക്കാരി തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇതിൻ്റെ യഥാർത്ഥ വീതി എന്ന് പറയുന്നത് 5 മീറ്റർ. റെയിൽവേയുടെ സ്ഥലം എത്തുമ്പോൾ ഇതിൻ്റെ വീതി 3 മീറ്ററായി ചുരുങ്ങും. ഈ ഇതിലേക്ക് ഉൾവലിയാനുള്ള കാരണം, ഈ ഇദ്ദേഹത്തെ ഇത് വലിച്ചുകൊണ്ട് പോകാനുള്ള കാരണം, വീതിയിൽ വരുന്നൊരു സ്ഥലം, വീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഈ ഭൂഗർഭ സ്ഥലമെത്തിയപ്പോൾ എന്താ ഇടുങ്ങി. അപ്പോൾ എന്താ ഒഴുക്ക് കൂടി, ഒഴുക്കിൻ്റെ ഫ്ലോ അവിടേക്ക് എത്തിയപ്പം ജലത്തിൻ്റെ ഒഴുക്ക് ശക്തി കൂടി. അവിടെ നിന്ന് ഫോഴ്സിൽ വലിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഫോഴ്സിൽ അതിൻ്റെ അടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഇതിൻ്റെ അടിഭാഗത്തെന്ന് പറയുന്നത് വെയിറ്റുള്ള മാലിന്യങ്ങൾ, അതായത് ഈ പറയുന്ന പോലെ മെത്തയൊക്കെ ഉണ്ടല്ലോ, പഞ്ഞി മെത്തകളൊക്കെ, തുണി പോലുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞിട്ട് ഇത് അടിയിൽ പോയി കിടക്കും. പ്ലാസ്റ്റിക് പോലെയുള്ള കാലിക്കുപ്പികൾ പോലെയുള്ള മാലിന്യങ്ങളെല്ലാം മുകളിൽ നിറഞ്ഞു കിടക്കും. അതായത് മുകളിലും മാലിന്യമാണ്, അടിയിലും മാലിന്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടിയാണ് ഈ വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഈ ഒഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. ഇദ്ദേഹം ഇറങ്ങി നിന്ന സമയത്ത് ഇന്നലെ നല്ല രീതിയിൽ ശക്തമായ മഴ പെയ്തു. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ പെയ്തു. ഇത് മ്യൂസിയത്തെ വാട്ടർ അതോറിറ്റിയുടെ ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അവിടുത്തെ അഴുക്ക് ചാല, അവിടെ ഉണ്ടാകുന്ന ഈ ടാങ്കുകൾ കഴുകുമ്പോഴും അവിടുത്തെ ഉള്ള കാര്യങ്ങൾക്കും ഉള്ള പാഴ്ജലം, വേസ്റ്റാകുന്ന വെള്ളം ഒഴുകിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പഴവങ്ങാടി തോട് എന്ന് പറയുന്ന സാധനമാണ് അവിടെ സ്ഥാപിച്ചത്. അത് വന്ന് ആമയിഴഞ്ചാൻ തോടിനോട് ചേർന്നു. അതോടുകൂടി ഈ പറയുന്ന ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്നാണ് പിന്നീട് ഇത് കണക്കൂട്ടി തുടങ്ങിയത്. അവിടെ നിന്നും ഇത് ആക്കുളം കായൽ വരെയാണ് എത്തുന്നത്. ഇതിൽ 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്ററിൽ പട്ടം തോടും ഉള്ളൂർ തോടും ഇവിടെ വന്ന് ചേരുന്നുണ്ട്. ഉള്ളൂർ തോടെന്ന് പറയുന്നത് ജൈവ മാലിന്യവും മെഡിക്കൽ വേസ്റ്റും ഇതിനകത്ത് മെഡിക്കൽ വേസ്റ്റ് വന്ന് ചേരുന്നുണ്ട് ഉള്ളൂർ തോടിൽ. ഈ പട്ടം തോടിലും വന്ന് ചേരുന്നു. ഈ ആമയിഴഞ്ചാൻ തോടിൽ നിന്ന് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ നിന്ന് ഒഴുകിപ്പോയിട്ട് നേരെ റെയിൽവേയുടെ ആ ഭൂഗർഭ അറ വഴി പോയിട്ട് നേരെ എവിടെ പോയി ചേരും? ഇത് അടുത്ത 5ാമത്തെ പ്ലാറ്റ്ഫോം വഴി പുറത്തു വരേണ്ടതാ, വരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിനും 5ാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിൽ 2 ഇടത്ത് മാൻഹോൾ ഉണ്ട്. ഈ 2 ഇടത്ത് മാൻഹോളിൽ ഇറങ്ങിയിട്ടും ക്യാമറ ഇറക്കി നോക്കിയിട്ടും ഇത് കാണാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത്ര വ്യാപകമായിട്ട് ഈ സ്കൂബ ടീം ഉണ്ടല്ലോ, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇതിനകത്തേക്ക് നീന്തി കയറി 10 മീറ്ററോളം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ, അതായത് ഈ ഇതുണ്ടല്ലോ 10 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. ഇവർക്ക് മുങ്ങി പോകാൻ പറ്റുന്നില്ല. പിന്നെ ഈ അഴുക്ക് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം കിടക്കുന്നത് കൊണ്ട് ഇവരുടെ ബാഗ്, അതായത് ഓക്സിജൻ ബാഗ് ഉണ്ടല്ലോ, ഇത് പുറകോട്ട് പിടിച്ചു വലിക്കുന്നു. ഇവർക്ക് അത് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഈ ബാഗ് അതിൽ കയറി കുരുങ്ങിയിട്ട് അങ്ങനെയാണ് അവരുടെ പോലും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിനുള്ളിൽ ഈ മെഡിക്കൽ വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് വിഷവാതകം
ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനുള്ളിൽ ഒന്ന് ഓക്സിജന്റെ ലെവൽ താഴുകയും അവിടെ ഈ പറയുന്ന വിഷവാതകം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് അവരുടെ പോലും ജീവന് പ്രശ്നമാണ്. അവിടെ ഇവർ പറയുന്നു, വി ശിവൻകുട്ടി പറയുന്നു മാലിന്യം അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന്. എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നത്? ഈ മാലിന്യം വന്നത് ഇവിടുത്തെ നഗരത്തിലെ നഗരസഭയുടെ ഓടകൾ മുഴുവൻ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് ആമയഞ്ചാൻ തോട്ടിലേക്കാണ്. ഇവിടുത്തെ നഗരസഭയ്ക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ തീരത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു, വേസ്റ്റ് ഡംപ് ചെയ്യുന്നു. ഈ വേസ്റ്റ് എന്ത് ചെയ്യുന്നു, മഴ പെയ്യുമ്പം ആമയഞ്ചാൻ തോട്ടിലേക്ക് ഒഴുകി ഇറങ്ങുന്നു. ഇങ്ങനെയാണ് ഈ ആമയഞ്ചാൻ തോട്ടിൽ ഇത് ഈ 5 വർഷത്തിനിടെ 2 കോടി കൊണ്ട് പിന്നെ ഇത് മാറ്റി. ഇക്കഴിഞ്ഞ ജൂണിൽ 80 ടൺ മാലിന്യമാണ് ഇവിടുത്തെ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ നിന്ന് കോരി മാറ്റി. എന്നിട്ടും ഈ ആമയഞ്ചാൻ തോട്ടിലെ വേസ്റ്റ് മാറുന്നില്ല. എന്തുമാത്രം വേസ്റ്റാണ് ഡംപ് ചെയ്യുന്നത്? മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ആമയഞ്ചാൻ തോടിൽ ഡംപ് ചെയ്യുമ്പോൾ ഈ ആമയഞ്ചാൻ തോടിന്റെ നേരെ ചെന്ന് ചേരുന്നത് ഈ ആക്കുളം കായലിൽ ചേരുമ്പോൾ ഇത് പ്രകൃതിക്ക് എന്തോലും വ്യാപകമാണ്, ഇത് ഭീകരമാണ്. ലീഗലാണോ മെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കൊണ്ട് തള്ളാൻ? അല്ല, ഒരിക്കലും അല്ല, പാടില്ല, ഒരു കാരണവശാലും പാടില്ല. എന്താ പ്ലാസ്റ്റിക് പോലും തള്ളാൻ പാടില്ലല്ലോ. അജൈവ മാലിന്യം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കാൻ പാടുണ്ടോ ഒരു നദി? കോർപ്പറേഷൻ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? കോർപ്പറേഷൻ ഇവരുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഏറ്റവും മികച്ച ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഗ്ലോബൽ അവാർഡ് മേടിച്ചിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ സ്ത്രീ വന്നതിന് ശേഷം ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇവിടുന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടെ നിന്ന് ഈ പറയുന്ന പോലെ പണം തട്ടിക്കൊണ്ടു പോവുക. ഇവർ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ അടുപ്പിക്കുന്നില്ല. ഇവരുടെ മുകളിൽ അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇവിടെ അഭിപ്രായം പറയാനും നിർദ്ദേശം കൊടുക്കുവാനും ഒക്കെ നേരത്തെ ഇരുന്നവർ, ഇവരുടെ മുൻകാലങ്ങളിൽ ഇരുന്ന മേയർമാർ വിദഗ്ധരുടെ അഭിപ്രായം തേടിയതിനു ശേഷമേ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാറുണ്ടായിരുന്നുള്ളൂ. ഇവരാരുടെയും വാക്ക് കേൾക്കാൻ തയ്യാറല്ല. ഈ സ്ത്രീ ആരുടെയും വാക്ക് താൻ പ്രമാണിത്വമാണ്. ഏകാംഗ നാടകമാണ് ആ നഗരസഭയിൽ നടക്കുന്നത്. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അവരുടേതായിട്ടുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്നു. ഇവർ പറഞ്ഞു ഇവിടെ ട്രാഷ് ബൂം സിസ്റ്റം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അതായത് പിന്നെ ഇതിന്റെ ഒഴുക്ക് കൃത്യമാക്കുന്നതിന് വേണ്ടി ആമയഞ്ചാൻ തോടിന്റെ. അതുപോലെ കിച്ചൺ ബിൻ നടപ്പാക്കാൻ പോകുന്നു. കിച്ചൺ ബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർഡിൽ 500 കിച്ചൺ ബിന്നാണ് ഇവർ സ്ഥാപിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഇതിനൊക്കെ ഫണ്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഫണ്ടൊക്കെ എവിടെ പോയി? എവിടെ ഫണ്ട് പോയി? ധനുഷ് രാവിലെ ഈ സിറ്റിയിൽ പോകാറില്ല. ഈ സിറ്റിയിൽ എവിടെയെല്ലാം മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു, എവിടെയെല്ലാം മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തോട്ട്, ഈ തമ്പാനൂർ KSRTC സ്റ്റാൻഡിന്റെ പുറകുവശത്തോട്ട് പോകണം. അല്ല, എന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലോ. ആ പുള്ളിക്കാരൻ പോയ ആ റൂട്ടിലേക്ക് നമ്മുടെ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഇത് വെള്ളം വലിച്ചുകൊണ്ട് പോവുകയാണ്. വെള്ളം വലിച്ച് ഫോഴ്സ് കൂടി ചളിയുടെ ഇടയിൽ പൊതഞ്ഞു കിടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ പുള്ളിക്കാരൻ? ഇതിനകത്ത് പില്ലറുകൾ ഉണ്ടായിരുന്നു. ഈ പില്ലറുകൾ പിന്നെ ഒരു വേള ഇടിച്ചു മാറ്റിയതാണ്. ഇതിന്റെ അകത്ത് 4 പില്ലറുകൾ ഉണ്ടായിരുന്നു. ഈ 4 പില്ലറുകൾ ഇതിന് ബലം കൊടുക്കുന്നതിന് വേണ്ടി, അതായത് റെയിൽവേക്ക് മുകളിൽ ബലം കൊടുക്കുന്നതിന് വേണ്ടി 4 പില്ലർ ഉണ്ടായിരിക്കും. അത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തിയിട്ട് റെയിൽവേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹോളിനുള്ളിൽ ഈ ക്യാമറയൊന്നും പോയി ഇറക്കാൻ ഇവരെ കൊണ്ട് നടക്കില്ല. അത് നടക്കുന്ന മനുഷ്യന് സാധ്യമല്ല. പിന്നെ റോബോട്ടിക് ക്യാമറ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം ഈ നഗരസഭയ്ക്ക് ഇതിന്റെ ഘടന അറിയില്ല, ഒരു ധാരണയുമില്ല. ഈ ആമയഞ്ചാൻ തോടിന്റെ ഘടനയെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ല. ഇന്നലത്തെ ആദ്യത്തെ ബൈറ്റിലൊക്കെ ഈ ആമയഞ്ചാൻ തോട് എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ വരെ അവസാനിക്കുന്നു എന്ന് നഗരസഭയുടെ മേയർക്ക് അറിയില്ല. അവസാനം മുൻ മേയർ വന്നിന്ന് പറയുന്നു, പ്രശാന്ത് വന്ന് സ്ഥലത്ത് നിന്ന് പറയുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അദ്ദേഹം വന്നിന്ന് സംസാരിക്കേണ്ടി വരുന്നു. മേയർക്കറിയില്ല ഇത് എവിടുന്ന് എങ്ങോട്ട് പോകുന്നെന്ന്. ഇവർ ഈ കാറിൽ AC ഇട്ട് നാട്ടിലെ KSRTC ബസ് തടയാൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ എവിടെ പോകുന്നു, എങ്ങോട്ടാണ് ഇതിന്റെയൊക്കെ പോക്കെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇവരുടെ കീഴിലുള്ള സംഭവങ്ങളല്ലേ ഈ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധാരണ ഇതെന്താ ചെയ്യാറുള്ളതെന്ന് അറിയാമോ? ഇവിടെ ഗ്രില്ല് ഇറക്കുമായിരുന്നു. അതായത് ഈ ഭൂഗർഭ അറ വരുന്ന ഭാഗത്ത് ഗ്രില്ലിറക്കും. ഗ്രില്ലിറക്കിയ ശേഷം അവിടെ മാലിന്യം തടഞ്ഞിട്ടാണ് മാലിന്യം കോരാറുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഗ്രില്ലിറക്കാതെ ഇറക്കി കൊടുത്തു. അത് ഇറക്കുന്നത് തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ഒപ്പം മാലിന്യം നീക്കം ചെയ്യുമ്പോൾ കൂടുതൽ മാലിന്യം ഈ ഭൂഗർഭ അറയിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഗ്രില്ലിറക്കുന്നത്. ഇത് രണ്ടുമില്ലാതെ ഇത് എങ്ങനെ കോരി? ഇവിടെ നഗരസഭയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടല്ലോ, അവരിവിടെ പോയി. അവരിതൊന്നും അറിയുന്നില്ല. അവർ ആ സമയത്താണ് വരുന്നത്. അവർ ആ സമയത്ത് വന്നിട്ടാണ് ഈ പറയുന്ന പോലെ നഗരസഭയുടെ ജീവനക്കാർ. ഇപ്പോൾ ഇവർ പറയുന്നു റെയിൽവേ ആണ് ഇതിനെല്ലാം ഉത്തരവാദിയത്. ഇത്ര ടൺ മാലിന്യം എവിടുന്ന റെയിൽവേക്ക്? റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മാലിന്യം അവർ തന്നെ സംസ്കരിക്കുന്നുണ്ട്, അവരത് നീക്കം ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഈ ഇന്ത്യൻ റെയിൽവേക്ക് ഈ പറയുന്ന തമ്പാനൂരുണ്ട്. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് തമ്പാനൂർ റെയിൽവേ. അവർ മികച്ച രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇത് 12 കിലോമീറ്ററിലുള്ള മാലിന്യങ്ങളിൽ ഈ പറയുന്ന മ്യൂസിയത്തിന്റെ ഈ പിന്നെ ജലവിഭവ വകുപ്പിന്റെ ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ആരംഭിക്കുന്നിടത്ത് ഇങ്ങോട്ട് വരുന്നിടത്ത് കംപ്ലീറ്റ് മാലിന്യം കൊണ്ടുവന്ന് തള്ളി ഇതിന്റെ അടിയിൽ വരിക. ഇതിന്റെ അടിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇവിടെ കുടുങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീതി കുറവാണ്.
അതായത് നേരത്തെ 5 മീറ്ററിൽ ഒഴുകി വരുന്ന ഒരു നദി 3 മീറ്റർ ആകുമ്പോൾ അവിടെ ഇപ്പോൾ വിട്ട് കുറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് ഒഴുകി വരുന്ന മാലിന്യം അവിടെ അടിയുമാണ്. അതാണ് സംഭവിക്കുന്നത്. സാധാരണ ഇത് നീക്കിയ ശേഷം ഫോഴ്സിൽ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കും. വെള്ളം ഫോഴ്സിൽ പമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓടയിൽ കിടക്കുന്ന ഈ ഭൂഗർഭ അറയിൽ കിടക്കുന്ന മാലിന്യം തള്ളി അപ്പുറത്ത് കൊണ്ടുവരും. അവിടെ നിന്ന് നഗരസഭ വീണ്ടും ഇത് ശേഖരിക്കും. ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടുന്ന് വേസ്റ്റ് നീക്കുന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫണ്ട് തട്ടിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഒരേ ഒരു കരാറുകാരൻ മാത്രമേ ആമയിഴഞ്ചാൻ തോട് നവീകരിക്കാൻ വരുന്നുള്ളൂ. കരാർ കൂട്ടിയാൻ ഒരേ ഒരാൾ. അതെന്തുകൊണ്ടാണ് ഒരേ ഒരാൾ മാത്രം വരുന്നത്? 25 കോടിയുടെ പദ്ധതി മുന്നോട്ട് വെച്ചിട്ട് ഒരേ ഒരാൾ മാത്രം ഇവിടെ ഇതിനു വേണ്ടി വരുന്നു. പദ്ധതിക്ക് കരാർ കൂട്ടിയാൻ വരുന്നു ഒരേ ഒരാൾ. അവസാനം അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. വേറെ ആരും വരുന്നില്ല. എന്തുകൊണ്ട് ആരും വരാത്ത എന്താണ്? അത് അന്വേഷിക്കണ്ടേ നഗരസഭ? ഇവരിവിടെ പ്രതിപക്ഷം പറയുന്നു അവർക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കൗൺസിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അവസാനത്തെ 10 മിനിറ്റാണ് കൗൺസിൽ യോഗത്തിൽ ഇവർ സമയം അനുവദിച്ചു കൊടുക്കുന്നത് ഈ വിഷയത്തിൽ. സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്, അതായത് മഴ ആരംഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഈ കടുത്ത വേനലുണ്ടല്ലോ, ഈ വേനൽ സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം കൂടി ചേർന്ന് പറഞ്ഞു ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയല്ല, ഉടനടി ഓടകൾ വൃത്തിയാക്കണം, മഴക്കാലം വരാൻ പോവുകയാണ്, മഴക്കാലപൂർവ്വ ശുചീകരണം വേണം, ഓടകൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അവരിവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ സ്പെഷ്യൽ കൗൺസിൽ അനുവദിച്ചു കൊടുത്ത എപ്പോഴാണെന്ന് അറിയും? വൈകിട്ട് 4 മണിക്ക്. എത്ര നേരം ഇവർ ഇവിടെ ചർച്ച ചെയ്യും? എന്ത് തീരുമാനമെടുക്കും ഇവർ? ഈ സ്ത്രീ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഇല്ല. പക്വതയില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഒരു അധികാര കേന്ദ്രത്തിൽ ഇരുത്തിയപ്പോൾ തനിക്ക് കിട്ടിയ ഇത് ഒരു വലിയ കിരീടമാണെന്നും മറ്റുള്ളവർ തന്നെ അനുസരിക്കണമെന്നും മറ്റുള്ളവർ തൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും കരുതി ജീവിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഈ നഗരത്തെ ഭരിക്കാനോ ഈ നഗരത്തെ നേരെ ചൊവ്വേ നടത്താനോ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ കൊണ്ട് നടക്കില്ല. അവർക്ക് വേണ്ടി ഇനി എത്ര പേർ കൊടി വിളിച്ചാലും ജയ് വിളിച്ചിട്ടും കാര്യമില്ല. ഒരു മണ്ടനായ രാജാവിനെ എത്ര കാലം ഇവർ ചുമക്കും? അല്ലെങ്കിൽ മണ്ടനായ ഒരു രാജ്ഞിയെ എത്ര കാലം ഇവർ ചുമക്കും? എത്ര കാലം ഇവർക്ക് താങ്ങാൻ സാധിക്കും? ഇപ്പോഴും അവർ പറയുന്നു റെയിൽവേയുടെ, അത് മുട്ടാപ്പോക്ക് ന്യായമല്ലേ? ശിവകുട്ടി അടക്കമെന്ന് പറഞ്ഞു റെയിൽവേയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ആ മനുഷ്യന്റെ വീട് കണ്ടായിരുന്നു മാരായമുട്ടത്ത്? ഒരു മുറിയും ഒരു അടുക്കളയുമാണ് കേട്ടോ. പത്രത്തിൽ അതിന്റെ ചിത്രമുണ്ട്. മാരായമുട്ടത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയോട് മകൻ, അതായത് കതകിന് പകരം ഒരു തടി കഷ്ണം വെച്ച് അടച്ചിരിക്കുകയാണ്. അപ്പൊ അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാകുമെന്ന് അമ്മയോട് പറയാറുണ്ടായിരുന്നു. അതുപോലുമില്ല. അതാണ് ഈ വീടിന്റെ ഫോട്ടോ. കേരളത്തിന്റെ ഒരു അവസ്ഥ ഇത്. ഇവിടെ ലൈഫ് മിഷനൊക്കെ സ്ഥാപിച്ചാണ്. ഈ വീട് കണ്ടു നോക്കുക. ഇവിടെ മനോരമയുടെ പ്രാദേശിക പേജിൽ 4ാമത്തെ പേജിൽ ആ ചിത്രം, ആ വീടിന്റെ ചിത്രമുണ്ട്. വളരെ കഷ്ടമാണ്. വടകര മലഞ്ചെരിവ് ആണ് വീടിന്റെ പേര്. അവിടെ മെൽഹി എന്ന് പറയുന്ന അമ്മയും ഈ മകനും മാത്രമേ ഉള്ളൂ. കുറെ പാത്രങ്ങളും ഒക്കെ അതിന്റെ കമത്തി വെച്ചിട്ടുണ്ട്. അമ്മ അനാഥയായി. അതാണ് സംഭവിച്ചത്. അതെ, വല്ലാത്ത. എന്നിട്ടൊരു മനുഷ്യൻ മരണപ്പെട്ടു. ഇവിടെ 11 മണിക്ക് വീണ മനുഷ്യൻ വീണു എന്നറിഞ്ഞിട്ട് അവിടെ അത്രയും മാധ്യമങ്ങളും ഈ നാട്ടിലുള്ള സർവ്വ മാധ്യമങ്ങളും ഇവിടുത്തെ റൂറലിൽ കിടക്കുന്ന ഓൺലൈൻ മീഡിയ അവർ ഓടിയെത്തിയിട്ട് ഇവിടുത്തെ മേയർ എത്തിയത് 1 മണിക്ക് 2 മണിക്കൂർ. ആ നഗരസഭയിൽ നിന്ന് 1.5-2 കിലോമീറ്റർ സഞ്ചരിച്ച് അവർക്ക് അവിടെ എത്താൻ 2 മണിക്കൂർ വേണ്ടി വന്നു. എന്നിട്ട് അവരവിടെ വന്നിരുന്നു ഡിവിഷണൽ ഓഫീസിൽ നിന്ന് റെയിൽവേയുടെ ആരും വരുന്നില്ലെന്ന്. റെയിൽവേയുടെ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന ആൾ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ഇവരല്ലേ അവിടെ കാര്യങ്ങൾ. ഇവരിപ്പോൾ ജൂൺ 19-ാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഭാഗ്യം. ജൂൺ 19-ാം തീയതി റെയിൽവേക്ക് ഒരു നോട്ടീസ്. കേരളത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വളരെ പരിതാപകരമാണ്. നമുക്കറിയാലോ, ഈ മലയുടെ മണ്ടയിൽ കയറിയ ബാബുവിനെ രക്ഷിക്കാൻ ആര് വേണ്ടി വന്നു? അവസാനം കേന്ദ്രത്തിൽ നിന്ന് ആൾ വരേണ്ടി വന്നു. ഇവിടെ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ പോലും ഇല്ല. അറിയില്ല, വേണ്ട രീതിയിലുള്ള പോലും നമുക്കില്ല. അല്ല, ഇന്നലെ ഫയർഫോഴ്സിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഫയർഫോഴ്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അത് ഓഫ് റെക്കോർഡായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഫയർഫോഴ്സിനെ കുറ്റം പറയില്ല ഉദ്യോഗസ്ഥർ. എന്നിട്ടും അത്രയും വലിയ വേസ്റ്റിലൊക്കെ ഉദ്യോഗസ്ഥർ ഇറങ്ങി അവർ മാക്സിമം അവർ ശ്രമിച്ചു. പക്ഷേ ഇതിനൊക്കെയുള്ള അവസ്ഥ ആരാണ് ഉണ്ടാക്കി വെക്കുന്നത്? എന്തായാലും അദ്ദേഹത്തിന് ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ പൂർണ്ണമായിട്ടും അത് ആ പ്രതീക്ഷ മുഴുവൻ കൈവിട്ട് കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അതിനകത്ത് 10 മീറ്റർ പോലും കടന്നെത്താൻ സ്കൂബ ടീമിന്, ഓക്സിജൻ മാസ്ക് സ്കൂബ ടീമിന് പോലും പറ്റാത്ത, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജീവന് ഹാനി ഉണ്ടായിരിക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. നമുക്ക് ഈ സാഹചര്യത്തിൽ എന്താണ്, ഭരണകൂടം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റും. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇവിടെ സ്കൂൾ കുട്ടികളെല്ലാം ഇവിടുത്തെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഓടകളുടെ വശത്തുകൂടിയാണ് കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാൾ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് പറയും? അത് വേറെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കും. എത്ര നാളായി അത് പൊളിച്ചിട്ടിരിക്കുന്നു. ഈ സ്ത്രീയെ അടിയന്തരമായ കസരയിൽ നിന്ന് ഇറക്കി വിടണം. അതാണ് ആദ്യം വേണ്ടുന്നത്. എന്നിട്ട് കഴിവുള്ള പക്വതയുള്ള ആരെങ്കിലും ഒരാളെ, ഒരു കൗൺസിലർ ആണോ പെണ്ണോ മതമോ ഒന്നും നോക്കണ്ട,
ഇപ്പം സ്ത്രീ സംവരണമാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഇവിടെ വേറെ കൗൺസിലർമാരുണ്ടല്ലോ, ആരെങ്കിലും പിടിച്ചിരുത്തണം ആ കസേരയിലോട്ട്. അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവരെ കൊണ്ട് പറ്റാത്ത കൊണ്ട് മറ്റൊരാൾക്ക് പകരം വെക്കണം. അതായത് ഇവർക്ക് നിർദ്ദേശം നൽകാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ വെക്കണം. അതിന് കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല, എന്തുമാത്രം പൈസ ഇവിടെ കട്ടുകൊണ്ട് പോകുന്നു. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നിർത്തിയിട്ട് ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം, അതേ പറ്റൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല.